10ാം തരം കേരള പാഠാവലിയിലെ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കാം. പ്രശസ്ത കഥാകാരനായ ടി പത്മനാഭൻ്റെ ഏറെ വായിക്കപ്പെട്ട കഥയാണ് മണ്ണും മനുഷ്യനും. മണ്ണിനോട് മനുഷ്യർക്കുള്ള വ്യത്യസ്ത സമീപനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കഥയാണിത്. കൊച്ചിയിലെ ജോലി നിന്നും വിരമിച്ച ശേഷം പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം വാങ്ങി കഥാകാരൻ ഒരു വീട് നിർമ്മിച്ച് അവിടെ താമസമാക്കുന്നു. നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത പ്രകൃതി സുന്ദരമായൊരു സ്ഥലമായിരുന്നു അത്. കഥാകാരൻ താമസമായതിനു ശേഷം മറ്റു പലരും അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചു. കഥാകാരനെ കൂടുതൽ ആകർഷിച്ചത് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട കൊട്ടാര സദൃശ്യമായ ഒരു വീടായിരുന്നു. ഒരു ഗൾഫ് മലയാളിയുടെ വീടാണത്. ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം പണമുണ്ടാക്കി ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ അയാൾക്ക് സ്വന്തമായി ബിസിനസ്സുമുണ്ട്. മക്കൾ 2 പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. അയാളുടെ പേര് KU നായർ എന്നാണ്. വളരെ വേഗത്തിലാണ് അയാൾ വീട് പണി കഴിച്ചത്. അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. അമേരിക്കയിൽ പഠിക്കുന്ന മക്കൾ ഈ വീട്ടിൽ വന്ന് താമസിക്കാറില്ല. ഇത്രയും വലിയ വീട് വെച്ചിട്ട് KU നായർ അവിടെ വല്ലപ്പോഴുമൊക്കെ വരാറുള്ളൂ. ഒരു കെയർ ടേക്കറാണ് വീട് നോക്കുന്നത്. വീട് നിൽക്കുന്ന പറമ്പിൽ വീടിന് മുമ്പിലും പിമ്പിലുമുള്ള മരങ്ങളും ചെടികളുമൊക്കെ KU നായർ വെട്ടിമാറ്റി. വീടിൻ്റെ ചുറ്റുപാടുമുള്ള മുറ്റമാകെ ഇൻ്റർലോക്ക് പാകുകയും പിന്നീട് മാർബിൾ പതിക്കുകയും ചെയ്തു. വീടിന് ചുറ്റും മരങ്ങൾ ഉണ്ടായിരുന്നാൽ കാറ്റും വെളിച്ചവും ഒന്നും കടക്കുകയില്ലെന്നാണ് KU നായരുടെ അഭിപ്രായം. മുറ്റത്ത് ടൈൽസോ മാർബിളോ പാകിയില്ലെങ്കിൽ അതിഥികളായി എത്തുന്നവരുടെ കാലിൽ മണ്ണു പറ്റിയാലോ? കാഴ്ചയ്ക്ക് ഏറ്റവും ആനന്ദവും സൗന്ദര്യവും പ്രദാനം ചെയ്തിരുന്ന ചെമ്പക വൃക്ഷം പോലും അയാൾ കോതിയൊതുക്കി. അത്തരത്തിൽ മക്കളോടും മരുമക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം സുഖമായി ആ കൊട്ടാരത്തിൽ ആജീവനാന്തം താമസിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് ഇടിത്തി പോലെ ഒരു വാർത്ത KU നായർ കേൾക്കുന്നത്. തൻ്റെ മക്കൾ ഇനി നാട്ടിലേക്ക് വരുന്നില്ല, അമേരിക്കയിൽ തന്നെ വിവാഹിതരായി കൂടാനാണ് അവരുടെ പരിപാടി. ഇതറിഞ്ഞതോടെ KU നായർ നിരാശനും ദുഃഖിതനുമായി ശരീരം ക്ഷീണിച്ച് ഒന്നിലും ഒരു താല്പര്യവും ഇല്ലാത്തവനെ പോലെയായി. താൻ പടുത്തുയർത്ത കൊട്ടാരം അയാൾക്ക് വേണ്ടാതായി. ഒരു സുപ്രഭാതത്തിൽ എങ്ങോട്ടെന്നില്ലാതെ അയാൾ ഇറങ്ങി നടന്നു. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വണ്ണം. പ്രകൃതി സ്നേഹിയും സൗന്ദര്യോപാസകനും ശാന്തനുമായ കഥാകാരൻ ഈ വിവരമെല്ലാം അറിഞ്ഞു ഒന്നും പറയാനാകാതെ നിന്നുപോയി. ഇതാണ് കഥ.